At the stroke of the midnight hour, Question is whether you want to be you or everybody I else. still have a dream. Patria o muerte. ജൂലൈ 30, 2024 വയനാട്ടിൽ കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. നൂറുകണക്കിന് മനുഷ്യർ ജീവൻ പൊലിയുകയും അതിനൊപ്പം തന്നെ മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്നതും ഏറ്റവും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും ഉരുൾപൊട്ടൽ മൂലമാണെന്നാണ്. എന്താണ് ഈ ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ്? എന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്? ക്ലിയർ ഐ എസ് എക്സ്പ്ലെയിനർ നിങ്ങൾക്കായി വിശദീകരിക്കുന്നു. വെൽക്കം ടു ക്ലിയർ ഐ എസ്. എന്താണ് ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ്? വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് മൂലം മണ്ണും പാറയും മറ്റു ഭൂവസ്തുക്കളും വളരെ വലിയ അളവിൽ വളരെ വലിയ വേഗത്തിൽ താഴത്തേക്ക് നിലം പതിക്കുന്നതിനെയാണ് ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഉയർന്ന പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. ഭൂമിശാസ്ത്ര പ്രകാരം 20 ഡിഗ്രിക്ക് മേൽ ചെരിവുള്ള പ്രദേശങ്ങളിലാണ് ഇവ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത. 20 ഡിഗ്രിക്ക് മേലെ ചെരിവ് മാത്രമല്ല, മറ്റ് പ്രത്യേകതകളും ഇതിലേക്ക് കാരണങ്ങളായേക്കാം. ഉദാഹരണങ്ങളായി പ്രദേശത്തെ മണ്ണിൻ്റെ പ്രത്യേകത, പാറയുടെ പ്രത്യേകത, കാലാവസ്ഥ, മറ്റ് ഭൂപ്രകൃതി പ്രത്യേകതകൾ ഇതെല്ലാം ഉരുൾപൊട്ടലിന് കാരണമായേക്കാം. കേരളത്തിൻ്റെ തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ 48% മലനാട് ആയി മാറുകയാണ്. മലനാട് എന്ന് പറയുമ്പോൾ കുന്നുകളും മലകളും, അതായത് ഉയർന്ന പ്രദേശങ്ങൾ, അതും കൂടുതലും 20 ഡിഗ്രിയിൽ മേൽ ചെരിവുള്ള പ്രദേശങ്ങൾ. ഇവിടെയെല്ലാം ഉരുൾപൊട്ടലിനുള്ള സാധ്യത അധികമാണ്. വയനാടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജൂലൈ 29, 2024 അതായത് തിങ്കളാഴ്ച ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത മഴയുടെ അളവ് എന്ന് പറയുന്നത് 64 മുതൽ 200 മില്ലിമീറ്ററാണ്. എന്നാൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 572 പരം മില്ലിമീറ്റർ മഴയാണ് ഇവിടെ പെയ്തത്. അതായത് വളരെ ചെറിയൊരു പ്രദേശത്ത് കൂടിയ മഴ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടായി. സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ മണ്ണിലെ സുഷിരങ്ങൾ വെള്ളത്തെ ആഗിരണം ചെയ്യുന്നു. എന്നാൽ അളവിലധികം മഴ പെയ്യുമ്പോൾ ഈ ആഗിരണ ശേഷി കുറയുകയും മണ്ണിലേക്ക് നേരിട്ട് വെള്ളം നിലം പതിക്കുകയും മണ്ണ് ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നു. ഇതിൻ്റെ മർദ്ദം താങ്ങാവുന്നതിലപ്പുറമാവുമ്പോൾ മണ്ണിടിച്ചിലായി മാറുകയും അത് പിന്നീട് ഉരുൾപൊട്ടലായി മാറുകയും ചെയ്യുന്നു. കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഇതിന് വളരെയധികം അനുയോജ്യമാണ്. കേരളത്തിൽ മാത്രമല്ല ഉരുൾപൊട്ടൽ ഒരു നിരന്തര കാര്യമായി വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 2013 കേദാർനാഥിൽ കാര്യമായ വെള്ളപ്പൊക്കവും മഴയും അതിനൊപ്പം തന്നെ ഉരുൾപൊട്ടലും കാര്യമായ രീതിയിൽ ഉണ്ടായിരുന്നു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ 15% ഭൂപ്രദേശം ലാൻഡ് സ്ലൈഡ് വളറബിളാണ്. NDMA തന്നെ ഹസാർഡ് സോണേഷൻ മാപ്പിംഗ് പ്രകാരം 5 കാറ്റഗറിയാണ് ഉള്ളത്: വെരി ഹൈ, ഹൈ, മോഡറേറ്റ്ലി ഹൈ, ലോ, വെരി ലോ. ഇതിൽ മോഡറേറ്റ്ലി ഹൈ എന്ന കാറ്റഗറിയിലാണ് കേരളം പെടുന്നത്. വെരി ഹൈയിൽ വരുന്ന സ്റ്റേറ്റ്സ് ആണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്നിവയെല്ലാം. ഹിമാലയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ ഉത്ഭവത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന കാരണങ്ങളാണ് ഇപ്പോഴും അവിടെ ലാൻഡ് സ്ലൈഡ്സിന് കാരണമാവുന്നത്. ഹിമാലയത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഭാഗമായുള്ള നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടെക്ടോണിക് ആക്ടിവിറ്റി, അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയും അതായത് സെഡിമെൻസിൻ്റെ പ്രത്യേകതയുമാണ് ഹിമാലയത്തിൽ ഇപ്പോഴും ലാൻഡ് സ്ലൈഡ്സ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കേദാർനാഥിൽ 2013 ലാൻഡ് സ്ലൈഡ് അതികഠിനമായ മഴയും അവിടുത്തെ സെഡിമെൻസിൻ്റെ പ്രത്യേകതയും ഗ്ലേഷ്യർ മെൽട്ടും കൂടി ചേർന്നുണ്ടായതാണ്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൽ മനുഷ്യൻ്റെ പങ്ക് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരത അഥവാ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുന്നത്. ഇത് സ്വാഭാവികമായ പ്രക്രിയയായി സംഭവിക്കാം, അതല്ല മനുഷ്യ വ്യവഹാരങ്ങൾ കൊണ്ടും ആകാം. കാറ്റ്, മഴ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത് സ്വാഭാവികമായി സംഭവിക്കാം. എന്നാൽ മനുഷ്യ വ്യവഹാരങ്ങൾ ഈ പ്രേരിത കക്ഷികളെയെല്ലാം ഇതിൻ്റെ എല്ലാം ആക്കം കൂട്ടുന്നു. അശാസ്ത്രീയമായ അനിയന്ത്രിതമായ മനുഷ്യരുടെ കടന്നുകയറ്റം സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുന്നു. മണ്ണിൻ്റെ, ചെരിവിൻ്റെ, അവിടുത്തെ സസ്യജീവജാലങ്ങളുടെ പ്രത്യേകതകൾ തിരിച്ചറിയാതെ അശാസ്ത്രീയമായ കൃഷിരീതികൾ, ഖനനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം ഈ സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്യുന്നു അഥവാ പ്രേരിപ്പിക്കുന്നു.
ഇത് മാത്രമല്ല, ലോകവ്യാപകമായി കണ്ടുവരുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന സത്യം, അതുമൂലം ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ കാര്യത്തിൽ മേഘവിസ്ഫോടനം, ആവർത്തിച്ചുണ്ടാകുന്ന മേഘവിസ്ഫോടനങ്ങൾ, കാറ്റിൻ്റെ ഗതി മാറൽ, കാറ്റിൻ്റെ പാറ്റേൺ മാറുന്നത്, ഇതെല്ലാം ഇതിലേക്ക് ട്രിഗർ ചെയ്യാം. ഇപ്പോൾ മിസോറാമിൻ്റെ ആസാമിൻ്റെയും കാര്യമെടുത്താൽ കഴിഞ്ഞ ദിവസം റിമൽ എന്ന് പറഞ്ഞ സൈക്ലോൺ, അതായത് ഒരു ചുഴലിക്കാറ്റ് വീശിയിട്ടാണ് അവിടെ ഉരുൾപൊട്ടലിനെ ട്രിഗർ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായ കാര്യങ്ങൾ എന്നുള്ളതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ മനുഷ്യ വ്യവഹാരങ്ങൾ മാറുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ അതിൻ്റെ ഭാഗമായി പുറകെ വരികയാണ്. കേരളത്തിലെ മലനിരകൾ അഥവാ വെസ്റ്റേൺ ഗാട്ട്സ് ഒരു ഇക്കോ സെൻസിറ്റീവ് സോൺ കൂടിയാണ്. ഈ കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് തന്നെ അവിടെ ജനസാന്ദ്രത കൂടിയിരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങളുടെ പരിണിത ഫലങ്ങൾ വളരെയധികം കൂടുന്നു. കേരളം വളരെയധികം ജനസാന്ദ്രത കൂടിയൊരു സ്ഥലമാണ്. ജനതയുടെ 35%, അതായത് കേരള ജനതയുടെ 35% ഈ മലനാടുകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളും ജീവനഷ്ടങ്ങളും വളരെയധികമായി മാറാൻ ഇതിൽ സാധ്യത കാണുന്നുണ്ട്. മെയ് അവസാനം തുടങ്ങി ജൂൺ, ജൂലൈ, സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാലയളവിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഓരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യയിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ സമയത്ത് മഴ കൂടുതൽ ലഭിക്കുന്നതിനാൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളും കൂടുതലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മഴയുടെ ക്രമവും ആവൃത്തിയും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുടെ അളവും മഴ വരുന്ന സമയങ്ങളും അൺപ്രഡിക്റ്റബിളായി മാറുന്നുണ്ട്. ഈ അൺപ്രഡിക്റ്റബിലിറ്റി കാര്യമായ രീതിയിൽ ദുരന്ത നിവാരണത്തെയും സാരമായി ബാധിക്കുന്നു. നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും കൂടി വരികയും ചെയ്യുന്നു. ആവർത്തിച്ചുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളുടെ സാഹചര്യത്തിൽ ദുരന്ത നിവാരണം ഒരു അത്യന്താപേക്ഷിത ഘടകമാകുന്നു. ദുരന്ത നിവാരണം എന്ന് പറയുമ്പോൾ അത് സർക്കാരും ദുരന്ത നിവാരണ സേനയും മനുഷ്യരും എല്ലാവരും ചേർന്ന് നിന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ പ്രഥമ പരിഗണന നൽകേണ്ട കാര്യം ഫോറസ്റ്റ് കവർ എന്നുള്ളതാണ്. അതായത് വനവിസ്തൃതിയുടെ കുറവ് മൂലം അഥവാ ഡീഫോറസ്റ്റേഷൻ മൂലം മരങ്ങൾ നഷ്ടമാവുന്നതുകൊണ്ട് മണ്ണൊലിച്ചിൽ കൂടുകയും സോയിൽ ഇറോഷൻ കൂടുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും അത് പിന്നീട് ഉരുൾപൊട്ടലിലേക്ക് മാറി മറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിലുള്ള നിയന്ത്രണമാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒരു ലോക പ്രതിഭാസമാണ്. അതിനാൽ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് അതിനെ നേരിടേണ്ട അത്യാവശ്യം ഉണ്ട്. മൂന്നാമതായി വരുന്നൊരു കാര്യം ലാൻഡ് യൂട്ടിലൈസേഷൻ പോളിസിയാണ്. ശാസ്ത്രീയവും നിയന്ത്രിതവുമായ ലാൻഡ് യൂട്ടിലൈസേഷൻ പോളിസികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മനുഷ്യരും ചേർന്ന് നിന്ന് നടപ്പിലാക്കേണ്ടതാണ്. അവസാനമായി വരേണ്ടത് മനുഷ്യർക്കിടയിലെ ബോധവൽക്കരണമാണ്. ബോധവൽക്കരണത്തിലൂടെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിലെ മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കാനും ഏർലി വാർണിംഗ് സിസ്റ്റംസിലൂടെ അവരെ കൂടുതൽ ഇതിനെ ട്രെയിൻ ചെയ്യാനും നമ്മൾ ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ട കാലഘട്ടമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലിയർ IASന്റെ എക്സ്പ്ലെയിൻ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.